ഇന്ന് നമുക്ക് ഒരു സന്തോഷ വാർത്തയിൽ നിന്നും തുടങ്ങാം. ഇന്ന് മെഡിക്കൽ സയൻസ് വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല മാരക രോഗങ്ങളെയും അതിജീവിക്കാനും നമ്മൾക്ക് കഴിയുന്നുണ്ട്. ഇതിന്റെ ഫലമായി ആയുസ് വളരെയധികം വർദ്ധിക്കുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു റിട്ടയർമെന്റ് റിസ്ക് എലിമിനേറ്റർ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ദീർഘായുസ് അത് ഒരു അനുഗ്രഹമാണോ അതോ സാമ്പത്തിക ബാധ്യതയാണോ? നമ്മൾ 60 വയസ്സിൽ റിട്ടയർഡ് ആകുന്നു എന്ന് കരുതുക. ഇന്ന് പഴയ പോലെയല്ല. നമ്മൾ ചിലപ്പോൾ 80, 85, 90, ചിലപ്പോൾ 100 വയസ്സ് വരെയും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് പണം സമ്പാദിച്ച് ജീവിച്ച 30 വർഷത്തിലേക്കാൾ അധികം പണം ഇല്ലാതെ നമ്മൾ ജീവിക്കേണ്ടി വരും. പണം ചിലവാക്കി ജീവിക്കേണ്ടി വരും. ആ 100 വയസ്സ് വരെ ജീവിക്കാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജ്ജമാണോ? ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്: ലോങ്വിറ്റി റിസ്ക് അഥവാ ദീർഘായുസ് എന്ന സാമ്പത്തിക ഭീഷണി. നമുക്ക് ചില കണക്കുകൾ നോക്കാം. 1970-കളിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 50 വയസ്സിൽ താഴെയായിരുന്നു. എന്നാൽ ഇന്ന് അത് 80 കടന്നിരിക്കുന്നു. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളുടെ ഇടയിൽ മികച്ച ചികിത്സകൾ ലഭ്യമായതിനാൽ ഇന്ന് 80, 85, 100 വയസ്സ് വരെ ആയുസ് നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ റിട്ടയർമെന്റിനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 70 വയസ്സോ 80 വയസ്സ് വരെ ആയിരിക്കും നമ്മൾ പ്ലാനിങ്ങിൽ പരിഗണിക്കുന്നത്. എന്നാൽ നിങ്ങൾ 95 വയസ്സ് വരെ ജീവിച്ചിരുന്നാലോ? ആ 15 വർഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും? പണം തീർന്നു പോയിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ലോങ്വിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു പേടി മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ റിട്ടയർമെന്റ് പ്ലാനർ അനുഭവിക്കുന്ന ഒരു ഭീഷണിയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 80 വയസ്സിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തീർന്നു പോകുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും അത് നിങ്ങൾക്കൊരു ഭാരമായി തോന്നിയേക്കാം. ശരിയല്ലേ? ഈ ഒരു ഭയം കാരണം പലരും ആ റിട്ടയർമെന്റ് ലൈഫിൽ പണം ചെലവഴിക്കാൻ മടിക്കുന്നു. മക്കൾക്ക് കൊടുക്കാൻ പണം തികയില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് അവർ അവരുടെ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയാതെ മാറ്റിവെക്കപ്പെടേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്ത റിസ്ക് തന്നെയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ പണം ഉണ്ടാവുക എന്ന് മാത്രമല്ല, പണം തീർന്നു പോകില്ല എന്ന ഉറപ്പുകൂടിയാണ്. പല ആളുകളും പറയുന്ന കാര്യമാണ് 4% വിഡ്രോവൽ പ്ലാൻ. അതായത് നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നും എല്ലാ വർഷവും 4% മാത്രം പിൻവലിച്ച് ജീവിക്കുക. അപ്പോൾ പണം തീർന്നു പോകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ 2 വലിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, പണപ്പെരുപ്പം. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പണപ്പെരുപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ 4% പിൻവലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ അത് ഒന്നിനും മതിയാകാതെ വരും. രണ്ടാമത്തത് മാർക്കറ്റ് റിസ്ക് ആണ്. നിങ്ങളുടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലോ ഇക്വിറ്റിയിലോ ഒക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഇടിവ് അത് അതിനെ ബാധിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ സമ്പാദ്യത്തെ തകർത്ത് കളയുകയും ചെയ്യും. ചുരുക്കത്തിൽ പഴയ കാലത്തെ ഫോർമുല ഉപയോഗിച്ച് 4% എന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ദീർഘായുസ് എന്ന റിസ്കിനെ മറികടക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇവിടെയാണ് ഒരു റിട്ടയർമെന്റ് റിസ്ക് എലിമിനേറ്റർ എന്ന രീതിയിൽ എന്റെ പ്രാധാന്യം. ഈ റിസ്കിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം? ഇതിനൊരു പരിഹാരം ഗ്യാരണ്ടീഡ് ഇൻകം ഫ്ലോർ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്താണ് ഗ്യാരണ്ടീഡ് ഇൻകം ഫ്ലോർ? നിങ്ങളുടെ അടിസ്ഥാന ജീവിത ചെലവുകൾ, അതായത് ഫുഡ്, മരുന്ന്, യാത്രാ ചെലവുകൾ, വൈദ്യുതി ബില്ല്, വാടക, അങ്ങനെ എല്ലാം തന്നെ മാർക്കറ്റ് വീണാലും ഇല്ലെങ്കിലും നിങ്ങൾ എത്ര കാലം ജീവിച്ചിരുന്നാലും മുടങ്ങാതെ കിട്ടുന്ന ഒരു വരുമാനം, അതിനുള്ള ഒരു സംവിധാനം. ഇത് ഇൻഷുറൻസ് കമ്പനികളുമായുള്ള കരാറിലൂടെയോ മറ്റ് ഗ്യാരണ്ടീഡ് ഇൻകം തരുന്ന സ്കീമുകളിലൂടെയോ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. ബാക്കി വരുന്ന തുക മാത്രം നിങ്ങൾക്ക് ഓഹരികളിലോ മറ്റോ നിക്ഷേപിച്ച് വളർത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു ഗുണമുണ്ട്: മാർക്കറ്റ് ഇടിഞ്ഞാലും നിങ്ങളുടെ അടുക്കളയിൽ അടുപ്പ് പുകയും എന്നുള്ള ഉറപ്പ്. നിങ്ങൾ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും എല്ലാ മാസവും കൃത്യമായിട്ട് ആ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ്. സുഹൃത്തുക്കളെ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്നാൽ വെറുതെ കുറച്ച് പണം മിച്ചം പിടിക്കുക എന്നല്ല, അത് റിസ്കുകൾ ഇല്ലാതാക്കുകയാണ്. ദീർഘായുസ് അതൊരു ഭാരമാക്കാൻ അനുവദിക്കരുത്. പകരം അതിനെ ആഘോഷമാക്കാൻ നമുക്ക് ശ്രമിക്കും. പ്ലാനിങ്ങിൽ ഇത്തരം റിസ്കുകൾ ഉണ്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബയോയിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുമായിട്ടുള്ള ഒരു 1-on-1 കൺസൾട്ടേഷന് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ താഴെ
കമന്റ് ബോക്സിൽ റിസ്ക് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിലെ റിസ്കുകൾ ഒഴിവാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യൂ. കൂടുതൽ ഇത്തരം വീഡിയോകളുമായി കാണും വരെ താങ്ക് യു.